ഹലോ. അപ്പം നമുക്കിന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലുല്ലു എൻ്റെ കൂടെ വന്ന് അടുക്കളയിലിരിക്കുക. അവനവിടെ കളിക്കുകയായിരുന്നു. ഞാൻ തക്കാളി ചോറുണ്ടാക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ അടുക്കളയിൽ വന്നിരിക്കുക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അന്ന് പാചകം. അപ്പം ഞങ്ങൾ രണ്ടുപേരെ പാചകവും വാചകമൊക്കെ ആയിട്ട് അങ്ങനെ പോവുക. അപ്പോൾ അവൻ ഐറ്റത്തിൻ്റെ പേര് പറയാം കേട്ടോ. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ എല്ലാ ഐറ്റത്തിൻ്റെ പേര് പറയാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി തക്കാളി ചോറുണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഉള്ളു വീട്ടിൽ. അപ്പോൾ പിന്നെ എളുപ്പം കഴിയണ പണി എന്തിട്ടാന്ന് വെച്ചാൽ അതാണ് വേഗം ചെയ്തത്. ലുല്ലുവിന് ഇങ്ങനെ തക്കാളി ചോറ് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ ഞാൻ മുട്ടച്ചോറാക്കി തരാം നിനക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കൊണ്ടിരുത്തിയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ജീരകം ഇട്ടു, നല്ല ജീരകം ഇട്ടു. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി അത് ചതച്ചതിട്ടു. പിന്നെ സബോള തക്കാളി അതിട്ട് നന്നായിട്ട് വഴറ്റുക. അതിന് ശേഷം പിന്നെ ഞാനൊരു രണ്ട് മുട്ട എടുത്ത് അതിൽ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് അത് വേവിച്ചെടുത്തു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ചെറിയൊരു അരിയാണ്. നമ്മളെ ബിരിയാണി അരി പോലെയല്ല, ഒരു കൈമ റൈസൊക്കെ പോലെ അങ്ങനെ ചെറിയൊരു അരിയാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് മല്ലിയില ഇടുക. അതിന് ശേഷം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുക, ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഈ തക്കാളി ചോറ് റെഡിയായി. കുട്ടികൾക്കായാലും നല്ല ഇഷ്ടപ്പെടും. അത് തൈരും പപ്പടവും ഒക്കെ ആയിട്ട് കൂട്ടിയാൽ മതി. വേറെ കറികളായിട്ട് നമുക്ക് വേറെ എക്സ്ട്രാ ഇതൊന്നും കൂട്ടി കഴിക്കണം എന്നൊന്നുമില്ല. ഇത്തിരി അച്ചാറോ അല്ലെങ്കിൽ തൈരോ പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ തക്കാളി ചോറ് മൺചട്ടിയിലാട്ടം ഉണ്ടാക്കിയത്. നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ്. നമ്മുടെ മൺചട്ടിയിൽ ഉണ്ടാക്കിയ ഏതൊരു ഐറ്റമായാലും നല്ലൊരു ടേസ്റ്റാണ് മൺചട്ടിയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ. ഇത് ഞങ്ങളവിടെ കിട്ടുന്ന പപ്പടം കേട്ടോ. അത് നല്ല വലിപ്പമുള്ള പപ്പടം, ഏകദേശം ഒരു ചപ്പാത്തി, നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ വലിപ്പമുണ്ട്. പക്ഷെ ഭയങ്കര തിന്നായിട്ടുള്ള പപ്പടമാണ്. നമ്മളെ പപ്പടത്തിൻ്റെ ടേസ്റ്റ് ഇല്ല. ഇതാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ടൈം ആയപ്പോൾ ഇത് ഞങ്ങളവിടെ കിട്ടുന്ന നാളികേരമായിട്ടാണ്. ഇത് ചകിരിയോട് കൂടി കിട്ടുക. അപ്പോൾ നമ്മളിത് പൊളിച്ചെടുക്കാൻ കുറച്ച് പണി. അങ്ങനെ അതൊക്കെ പൊളിച്ച് ഞങ്ങൾ ഈവനിങ് എന്ത് ചെയ്തു, കുറച്ച് അവിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിലും നാളികേരവും ശർക്കരയും കൂടി ഇട്ട് കുറച്ച് നനച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിങ്ങനെയാണ് നാളികേരം ചിരണ്ടുക. അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കൊത്തിയെടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കുന്നു. ഇതാകുമ്പോൾ നമുക്ക് നാളികേരം ചിരണ്ടിയ പോലെ തന്നെ